ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ വീണ്ടും കുള്ളൻ തെങ്ങുമായി വന്നിട്ടുണ്ട്. ഇത് MGD, മലേഷ്യൻ ഗ്രീൻ ഡോർഫ്. ഇതിനു മുമ്പേ ഞാൻ ഈ ഗംഗാബോണ്ടം മലേഷ്യൻ കുള്ളൻ്റെയും ഒരു വലിയ തെങ്ങിൻ്റെ കുറച്ച് ഇതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതല്ല, പക്ഷേ ഇത് മലേഷ്യൻ ഗ്രീൻ ഡോർഫ് അതിൻ്റെ ഒരു ഐറ്റം മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഈ തെങ്ങിൻ്റെ അടിവണ്ണം ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തരാം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അടിവണ്ണം ഏകദേശം എത്ര വരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് ഒരടിയും 9 ഇഞ്ച് 8 ഇഞ്ച് വരുന്നുണ്ട്. 8 ഇഞ്ച്, ഒരടിയും 8 ഇഞ്ചും വരുന്നുണ്ട് അതിൻ്റെ അടിവണ്ണം. ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല സൈസ് സാധനമാണ്, കുഴപ്പമില്ല. 25 കവർ സൈസാണ്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. പിന്നെ ആ ഒരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വില പറയുന്നില്ല എന്നുള്ളതൊക്കെ. കാരണം ആ വില പറയാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ലൈനിൽ തന്നെ പല നഴ്സറിയിലും ആ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ തന്നെയാണ് വേറെ ടീമിന് ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പലരും പല റേറ്റിനാണ് വിൽക്കുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അത് വില കുറച്ച് അല്ലെങ്കിൽ കൂട്ടി വിൽക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാരണങ്ങളാണ് അതിൻ്റെ വില അതിൽ പറയാഞ്ഞത്. അപ്പം അതിൻ്റെ ചെറിയ തെങ്ങാണ്, അതിൻ്റെ നേരെ താഴെയുള്ള ചെറിയ തെങ്ങാണ് ഞാൻ ഇതിൽ വില പറയുകയാണ്. കാരണം വില പറയാഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരണ്ട വെച്ചിട്ട്. ഈ മലേഷ്യൻ ഗ്രീൻ ഡോർഫ് ഇത് 3000 ആണ് വരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ റേറ്റ് കീറും, ചിലപ്പോൾ ഇറങ്ങും. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നല്ല ഒരു വർഷം കൂടി ഇപ്പം നമ്മൾ പ്ലാന്റ് ചെയ്ത് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അതിന്മേൽ ചൊട്ടയിടാൻ തുടങ്ങും. അതായത് കൂമ്പ് വരാൻ, അതിൻ്റെ കൊല ഇടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് വെക്കുമ്പോൾ MGD ഒക്കെ നല്ല അത്യാവശ്യ രീതിയിൽ സൈസായിട്ട് കൊല വരുന്നത് അല്ലെങ്കിൽ കായ പിടിക്കുന്നതുമായിട്ടുള്ള തെങ്ങാണ് MGD തെങ്ങൊക്കെ. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 4 അടി അല്ലെങ്കിൽ 5 അടി കുഴി എടുത്തിട്ട് 3 അടി ചുറ്റളവ് മതി. ഈ 2 അടി, ഈ ആ കവർ സൈസ് 2 അടി താഴേക്ക് മണ്ണിനടിയിലേക്ക് പോയിട്ട് ബാക്കി മേൽഭാഗം 3 അടി മേൽപോട്ട് കിട്ടണം. ആ ഒരു പോട്ട് മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളം ചെയ്യുമ്പോൾ അതിൽ ഒരു 1/2 കിലോന് ഉപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ആ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതാണ് അത് പറയാനുള്ളൊരു കാരണം. അതുപോലെ ചെറിയ അളവിൽ കുറച്ച് ചാണകപ്പൊടി കൊടുത്താൽ മതി, മറ്റെന്തെങ്കിലും സൂപ്പർ മില്ല് വളം, കുറച്ച് ചകിരിച്ചോറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് വേര് പെട്ടെന്ന് നമ്മളെ മണ്ണിലേക്ക്, അതായത് വെച്ചതിന് ശേഷം നമ്മളെ മണ്ണിലേക്ക്, ആ പോട്ട് മിക്സിലേക്ക് മണ്ണിലേക്ക് പെട്ടെന്ന് വേരിറങ്ങി വളർച്ച കിട്ടും കേട്ടോ. കല്ലുപ്പ് നല്ലതാണ് തെങ്ങിന്. അത് നമ്മളെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ നനയ്ക്കുക. നല്ല ചൂടുകാലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 ദിവസം കൂടുമ്പോഴെങ്കിലും നനക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല പരിചരണം കൊടുക്കുക. പിന്നെ കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലിൻ്റെ ആക്രമണം വരും. അതിന് 2 മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു ഗുളിക ഉണ്ട്, അത് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ കരാട്ട പിന്നെ കലക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂമ്പിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കുക. അത് ചെയ്തു കൊടുത്താൽ നമ്മളെ പിന്നെ തെങ്ങിലാകെ കൊമ്പൻചെല്ലിയുടെ ചെമ്പൻചെല്ലിയുടെ ആക്രമണം വരില്ല. ഞാനത് എൻ്റെ ഒരു പ്ലാന്റേഷൻ്റെ വർക്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്, ചെയ്യുന്നതുമാണ്. അല്ലെങ്കിൽ ഒരു ഗുളിക വരുന്നുണ്ട്, നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗുളിക വരുന്നുണ്ട്. അത് ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ അങ്ങനത്തെ ഈ വലിപ്പമുള്ള തെങ്ങിൽ 2 എണ്ണം 3 എണ്ണം 3 മാസം കൂടുമ്പോൾ അതിൻ്റെ തൂമ്പിൽ വെച്ച് കൊടുക്കും. അപ്പോഴും ഈ ചെമ്പൻചെല്ലി കൊമ്പൻചെല്ലിയുടെ ആക്രമണം വരില്ല. ഞാൻ ഗുളികയ്ക്ക് ആരും വിളിച്ച് ഓർഡർ ചെയ്യണ്ട, കാരണം അത് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. കാരണം തമിഴ്നാട്ടിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഒരു 5 കിലോന് 10 കിലോനൊക്കെ എടുക്കും. അതും നമ്മളെ ആവശ്യത്തിന് തന്നെ അത് തികയുന്നില്ല. അപ്പോൾ അതിനാരും വിളിക്കണ്ട. അങ്ങനെ തോനെ കിട്ടുകയാണെങ്കിൽ ഞാൻ നമ്മളെ ചാനൽ ഇട്ടും ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ തെങ്ങ് ഇതിപ്പോൾ 3000 രൂപയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഇത് വില കയറാനും ചാൻസ് ഉണ്ട്, ഇറങ്ങാനും ചാൻസ് ഉണ്ട്. അതും കൂടി ഞാൻ ഇതിൽ പറയുകയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കുക. നിങ്ങളൊന്ന് വൈകുന്നേരം വിളിക്കും. കാരണം നിങ്ങൾ വീഡിയോ കണ്ട പാടെ ഓൺ ദ സ്പോട്ടിൽ അപ്പം തന്നെ നിങ്ങൾ എടുത്ത് വിളിക്കും, വീഡിയോ പൂർണ്ണമായിട്ട് കാണാതെ. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അതുപോലും കേൾക്കാതെ ഈ വീഡിയോ കുറച്ച് കണ്ടാകും നമ്പർ എടുത്ത് പെട്ടെന്ന് വിളിക്കും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് കാരണം. അപ്പോൾ ഈ പണി സ്ഥലത്തൊക്കെയാണ് കാരണം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് സംസാരിക്കാനായിട്ട് പറ്റില്ല.
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളൊരു പുറത്തൊരാളെ പണിക്കൊക്കെ പോകുമ്പോൾ നമ്മളത് കുറേ നേരം ഫോണിൽ സംസാരിക്കുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊരു വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ വിളിക്കുക. കാരണം എനിക്ക് ആ വലിയ തെങ്ങിൻ്റെ ഇതിലിട്ടിട്ട് എനിക്കൊരു കണ്ടമാനം കോള് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, തെങ്ങിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ തെങ്ങ് അത്യാവശ്യം നല്ല സൈസ് തെങ്ങാണ്. പിന്നെ ഈ വീഡിയോ കണ്ടാലൊന്ന് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യ്, ചാനലൊന്ന് ലൈക്ക് ചെയ്യ്, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യ്. അപ്പോൾ വീഡിയോ തെങ്ങ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിക്കുക. പിന്നെ ലോങ് ഉള്ളവർ വിളിക്കാതിരിക്കുക. ഞാൻ മലപ്പുറം ജില്ല തിരൂരാണ്. സാധനം നമ്മളെ പല ഫാമിലാണ് കാരണം സാധനം ഇരിക്കുന്നത്. അപ്പോൾ പറ്റ ലോങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യ്, ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ്.